സാഹിത്യ മേഖലയിലെ സർവ്വതലങ്ങളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട MDR, നമ്മുടെയൊക്കെ MD രാജേന്ദ്രൻ സാറിനെയാണ് അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും താങ്ങി പിടിക്കാനില്ലെങ്കിൽ ഞാൻ വീഴുന്നത് കാണാം. ഒരിക്കൽ തൃശ്ശൂരുള്ളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഈ സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പടികൾ, സ്റ്റെപ്പുകൾ കാണും. അപ്പോൾ സുരേഷ് ഗോപിയും ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് ചാടി കയറുമ്പോൾ ഞാനും ഒരു പേരുണ്ടല്ലോ, സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ കയറുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോയപ്പോൾ ഞാൻ വീണു. പ്രായമായതുകൊണ്ട് ഡൈ ചെയ്തുകൊണ്ട് അറിയില്ല, അതുകൊണ്ട് പിടിക്കാനും ആളില്ല. ഞാനിങ്ങനെ അന്തരാളഘട്ടത്തിൽ പോയി പെട്ടു. അതിവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ ഇരുന്നത്. ഈ പ്രസംഗം കഴിയുന്നതായത് ഈ ഒരു സംഭ്രമത്തിൽ നിന്ന് ഒഴിവാക്കിയത് നമ്മുടെ സോഹൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫലിതം പറയുവാന്ന്. ഒരിക്കലും ഞാൻ ഫലിതം പറയില്ല, കാരണം ഫലിതം പറയാനുള്ളൊരു വേദിയല്ല ഇത്. ഇവിടെ ഞാൻ ഫലിതം പറഞ്ഞാൽ നിങ്ങളാരും ചിരിക്കില്ല. മാത്രമല്ല, ഇവിടെ സന്നദ്ധ സേനാംഗങ്ങൾ, എനിക്ക് തോന്നുന്നത് സോഹൻ്റെ ആൾക്കാർ, അവരെന്നെ പിടിച്ച് പുറത്താക്കും, സംശയമില്ല. കാരണം ഇതൊരു ക്ഷേത്രമാണ്. നിങ്ങൾ ആദ്യത്തെ ആ പാട്ട് കേട്ടോ. ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പാട്ട് എഴുതും, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ പി ഭാസ്കരൻ എഴുതും, അതുപോലെ ഇടശ്ശേരി എഴുതും, ഒരുപാട് പേര് പാട്ട് എഴുതാറുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ തുടക്കം ആലോചിച്ചോ, അമ്പലപ്പുഴ കൃഷ്ണ. അപ്പം അമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയ ഒരു മകൻ ആ അമ്മയെ ജീവനോടെ നടത്തുകയാണ്. ഇത്രയും ചൈതന്യമുള്ള ഒരു സ്ത്രീയുടെ ഈ ഒരു പെർഫോമൻസും ഈ അമ്പലവും, തകഴിയുടെയൊക്കെ അമ്പലമാണത്, കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥലമാണത്. ആ അമ്പലം മുഴുവൻ ഡെപ്പിക്റ്റ് ചെയ്തതിൻ്റെ മുമ്പിൽ ഈ പിഴച്ചു വീഴാൻ പോകുന്ന MDR എന്ത് ചെയ്യാനാണ്? ചെയ്യാൻ വന്നതാണ് ഞാൻ. ഈ തിരുവനന്തപുരത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്ക് പഠിക്കുമ്പോൾ, ചോസറെ കുറിച്ച് പഠിക്കുമ്പോൾ, വലിയ വലിയ ആംഗലേയ കവികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ശുദ്ധ മലയാളം മനസ്സിലാക്കിയ ഒരു സ്ത്രീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. സത്യം, എൻ്റെ അജ്ഞതയാണത്. ഞാനൊക്കെ എഴുതുന്ന പോലെ കാക്കനാട് അജ്ഞയുടെ താഴ്വരയിലാണ് ഞങ്ങൾ, കേരളം. ഞാൻ തുഞ്ചൻ പറമ്പിൽ പോയിരുന്നു. പിന്നെ ഞാൻ അവിടെ പാട്ടെഴുത്തിലെ കവിത എന്ന് പറഞ്ഞൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ 50 വർഷം സിനിമയിൽ പാട്ടെഴുതി പോലും, അതാണ് എന്നെ കൊണ്ടുള്ള മാനദണ്ഡം. തുഞ്ചൻപറമ്പ് ഞാൻ പോകുമ്പോഴേ ഞാനെപ്പോഴും വാസുവേട്ടനെ കാണും. വാസുവേട്ടനാണ് തുഞ്ചൻപറമ്പ്, കാരണം അക്ഷരങ്ങളുടെ ഖനിയാണ് വാസുവേട്ടൻ. അപ്പോൾ വാസുവേട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ വാസുവേട്ടനെ കാണാൻ പോയതാണ്. വാസുവേട്ടനെ കാണാൻ പോയപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, ആ തുഞ്ചൻപറമ്പ് മുഴുവൻ വാസുവേട്ടൻ. 1 അല്ല 2 അല്ല 3 അല്ല, ഓഡിയൻസ് മുഴുവൻ വാസുവേട്ടനാണ്. ഈ മോഹൻ്റെ AI പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചു. അല്ല, ഞാൻ കണ്ടത് വാസുവേട്ടന്മാരാണ്. കാരണം അക്ഷരസ്നേഹികളായ ഒരുപാട് പേര് അവിടെ ഇരിക്കുകയാണ്. അവരോട് ഞാൻ ഒരബദ്ധം പറഞ്ഞു. അബദ്ധമല്ല, ഒരു സുബദ്ധം. അത് നിങ്ങളും അത് ശ്രദ്ധിച്ച് കേൾക്കണം. മലയാളത്തിൻ്റെ എഴുത്തമ്മയെക്കുറിച്ച് ഞാനിത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എവിടെ? തിരുവനന്തപുരത്ത്. മലയാളത്തിനൊരു എഴുത്തമ്മയുണ്ട്, എഴുത്തച്ഛനുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തമ്മ ആരാണ്? ബാലാമണിയമ്മയാണോ? ലളിതാംബിചന്ദ്രജനാണോ? ലീലാവതിയാണോ? ലേറ്റസ്റ്റ് എഴുത്തമ്മ അതാണ് ഇപ്പോഴും. ഇവരൊക്കെ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മലയാളത്തിൻ്റെ എഴുത്തമ്മ എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അതിനുള്ള രേഖ എന്താണെന്ന് നോക്കുമ്പോൾ ഈ പുസ്തകമാണ്. ഈ പുസ്തകം ആരാ എഴുതിയത്? ഒരു മകൻ എന്താ ചെയ്ത്? അടിച്ചു മാറ്റാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരമ്മയുടെ പുസ്തകം അടിച്ചു മാറ്റാനൊരു മകനും കഴിയില്ല. കാരണം അത് ദേവിയാണ്. ദേവിയെ പൂജിക്കുന്ന ആൾ ആ പുഷ്പങ്ങളൊക്കെ മാറ്റും, നിർമാല്യം അങ്ങനെ മാറ്റുകയുള്ളൂ. അല്ലാതെ അമ്മയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഈ മകൻ മാത്രമല്ല, അമ്മയുടെ ഓരോ ഭാഗങ്ങളായ മക്കൾ, പെൺമക്കൾ, ഇവരെല്ലാം ഈ അമ്മയെക്കുറിച്ച് പറയുകയാണ്. അത്രമാത്രം ലേറ്റാണോ ഈ അമ്മ എന്നൊരു ക്രിട്ടിക്കലായ മനസ്സോടെ ഞാനിത് വായിക്കാനെടുക്കുമ്പോൾ യു വോണ്ട് ബിലീവ്, ബാക്കിയുള്ള അമ്മമാരെയൊക്കെ ഞാൻ ആലോചിച്ചു. അവസാനമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു അമ്മ ഇപ്പോൾ നമ്മുടെ ലീലാവതി ടീച്ചറാണ്.
ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എനിക്ക് വളരെ അടുപ്പമുള്ള ടീച്ചറാണ്. ഈ ടീച്ചർ വർണ്ണരാജി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിരൂപണ ഗ്രന്ഥം. കവിതകളെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ടുള്ള റൈറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. മാത്രമല്ല മലയാള കഥയുടെ മലയാള ചരിത്രം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ഒരു പുസ്തകം എഴുതിയ അമ്മയ്ക്ക് എന്തുകൊണ്ട് യോഗ്യതയുണ്ട്, എന്തിന് മലയാളത്തിലെ ഒരു നല്ല എഴുത്തുകാരി എന്നറിയപ്പെടാൻ. അതുപോലെ എഴുതാമ്മ എന്ന് പറഞ്ഞ അഗ്നിസാക്ഷി കേരളത്തെ പിടിച്ച് കുലുക്കിയ ഒരു പുസ്തകമാണത്, അന്തർജനം. പിന്നെ അതുപോലെ വ്യാഴവട്ട സ്മരണ എഴുതിയ കല്യാണിക്കുട്ടിയമ്മ, അവരും ശ്രേഷ്ഠയാണ്. എനിക്ക് അനുഭവത്തിൽ പറയുകയാണ്, അവരെയൊക്കെ എഴുത്തമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിൽ കൂടെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു ലോകമാണ്. അതായത് ഈ പുസ്തകം അവസാനിക്കുമ്പോൾ, പുസ്തകം കയ്യിലുള്ളവരുമായി എടുത്തു നോക്കിയാൽ അറിയാം, ഈ അമ്മ കോട്ട് ചെയ്തിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്നൊന്നും ഉണ്ടായതല്ല, ഗോളാന്തരങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്താണ്? ആത്യന്തികമായിട്ട് മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഹിംസയുടെ വാസന. കന്നേറ്റി പറഞ്ഞതുപോലെ, ഇപ്പം ഞാൻ സോഹൻ, അതുപോലെ നമ്മുടെ ദൂരദർശൻ്റെ പഴയ ഡയറക്ടർ ശാരദ, ഇവരൊക്കെ വന്ന് അവിടെ നിറഞ്ഞു. പിന്നെ നമ്മുടെ സുധീഷ്, പിന്നെ തൃശ്ശൂരിൽ നിന്ന് വന്ന അവിടുത്തെ സാഹിതി എന്നുള്ള വലിയ സംഘടനയുടെ ആത്മാവും ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത്രയും പേര് ഇരുന്നപ്പോൾ സോഹൻ്റെ പെങ്ങളെ അങ്ങോട്ട് വിളിച്ചു. പെങ്ങൾ വന്ന് എന്നെ പരിചയപ്പെടുത്തി. പക്ഷേ അവർ ഇരിക്കാനിടമില്ല, കാരണം ആ കസേര ഓക്കെയാണ്. ആ പെങ്ങളൊരു നല്ല പെങ്ങളായതുകൊണ്ട് തിരിച്ചിവിടെ വന്നിരുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ റഷ് നടത്തുന്ന ഒരു മനുഷ്യ സ്വഭാവമുണ്ട്, സ്വാർത്ഥത. ആ സ്വാർത്ഥത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി സ്വാർത്ഥത എന്നുള്ളതിൻ്റെ ആ അച്ചുതണ്ടിലാണ് കറങ്ങുന്ന ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അതാണ് കന്നേറ്റി പറഞ്ഞത്. ഈ മത്സരം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ഈ മത്സരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം തുടങ്ങിയതെന്നാണ്? ആര്യ ദ്രാവിഡ സങ്കലനത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. ആര്യനാണോ ഗ്രേറ്റ്? അതിൽ നിന്ന് സങ്കരം നടത്തി വന്ന, അതിന് ശേഷം വന്ന സംഘകാലം, അതുപോലുള്ള ബുദ്ധൻ, ജൈനൻ, ഈ 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ചരിത്രം ഇങ്ങനെ നമ്മൾ പഠിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ കോംപ്രമൈസ് ഇല്ല. ഈ കോംപ്രമൈസ് ഇല്ലാതെ ഇതിങ്ങനെ സമാന്തര രേഖ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. എന്താണ്? ആര്യനും ദ്രാവിഡനും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. സവർണനും അവർണനും, ആര്യനും ദ്രാവിഡനും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല സവർണൻ, ഇതിനേക്കാൾ ഭീകരമാണ് മറ്റു ഭൂഖണ്ഡങ്ങളിലുള്ള സവർണന്മാർ. ടാൻസാനിയ, ആഫ്രിക്ക എന്ന് പറയണ്ട. ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും, ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള ലണ്ടനിൽ പോലും ഈ പരിപാടി എന്താണ്? പരസ്പരമുള്ള ഈ മത്സരം. അപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയില്ല. അത് കേരളത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് ഒരാൾ എഴുതുകയാണ്. ആരാണ് എഴുതുന്നത്? ഈ വലിയ എഴുത്തുകാരി. ആ പുസ്തകം സമാഹരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, മുണ്ടശ്ശേരി മാഷടക്കം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷടക്കം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണിത്. ഇവിടെ ഈ ഒരു സ്വഭാവം, ഏത് കന്നേറ്റി പറഞ്ഞ പോലെ ഈ മത്സരം, ആര്യനും അനാര്യനും, ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെന്താണൊരു പോംവഴി? എനിക്ക് ഈ പോംവഴി നിർദ്ദേശിക്കാൻ പറ്റില്ല, കാരണം പോംവഴിയില്ല. അപ്പോൾ ആ അമ്മ എത്തിയ കൺക്ലൂഷൻ ഉണ്ടല്ലോ, അത് സാഹിത്യത്തിലും സംസ്കാരത്തിലും അതീതമായി ഇന്ത്യയുടെ വലിയൊരു പ്രശ്നമാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. ഇത് പറയുന്ന ആൾക്കാർ വളരെ കാലം മുമ്പേ പറഞ്ഞിരുന്നു. അത് ജവഹർലാൽ നെഹ്റുവിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിന് ശേഷവും പറഞ്ഞിരുന്നു. അത്രയും വലിയ നമ്മുടെ ശശി തരൂരും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാണെങ്കിലും. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഇത് കോട്ട് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ച ആ അമ്മയാണ്. അമ്മ പ്രവചനാത്മകമായ ഒരു ഖണ്ഡികയാണത്. ഞാൻ ഉദ്ദേശിച്ചു എന്താണ് ഈ അമ്മ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്, കാരണം ഇദ്ദേഹം പറഞ്ഞത് ഇതിനൊരു പരിസമാപ്തിയില്ല.
ഇത് നടന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചിട്ടാണ് ആ പുസ്തകം അവിടെ നിൽക്കുന്നത്. അതിന് ശേഷം അമ്മയുടെ ഏറെക്കുറിപ്പ് എഴുതി എനിക്ക് അറിഞ്ഞുകൂടാ, അത് അദ്ദേഹം സമാഹരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും അതുവരെയുള്ള അമ്മയുടെ ഒരു കഥ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഞെട്ടിപ്പോകും. അമ്മയ്ക്ക് പൈസയൊന്നുമില്ലായിരുന്നു, അമ്മയ്ക്ക് യാതൊരു വൈതാളികന്മാരുടെ സപ്പോർട്ടും ഇല്ലായിരുന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ. ഈ പാവപ്പെട്ട സ്ത്രീയുടെ യാതന പുസ്തകം വായിച്ചാൽ അറിയാം. ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മകൻ്റെ സ്വത്വം, ഐഡൻറ്റിറ്റി ഓഫ് മൈ സൺ ഇതുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഫാമിലിയുടെ മാത്രമല്ല, കുട്ടികളുടെ എല്ലാം. ഇവരെ വളർത്തുക മാത്രമല്ല, അവരിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സന്ധ്യ പറഞ്ഞില്ലേ, കറക്റ്റാണ്. കാരണം ഓരോ കാര്യത്തിലും ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി ഈ മക്കളുടെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ അവരെയാണ് പ്രോത്സാഹിപ്പിച്ചെടുക്കേണ്ടത്. അതാരാണ്? അതിന് മാതൃകയാവണം പേരൻസ്. അവിടെയാണ് ഫെമിനിസം ഉള്ളത്. ഞാൻ ഏറ്റവും ഉയർന്ന ബിരുദം ഉണ്ടാക്കിയ ഒരു വലിയ സ്ത്രീയാണ്. എൻ്റെ ഭർത്താവ് 5 വർഷം എന്നേക്കാൾ താഴെയാണ് ഡിഗ്രിയിൽ. അതുകൊണ്ട് ഈ ശാസ്ത്രിയെ ഞാനിത് ബഹുമാനിക്കുന്നില്ല എന്നല്ല ചിന്തിച്ചത്, ആ ശാസ്ത്രിക്ക് സ്നേഹം കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഉദാത്തമായൊരു സ്ത്രീ സങ്കല്പം നമ്മൾ പുരാണത്തിലേ കണ്ടിട്ടുള്ളൂ, ഇല്ലേ? വൈദേഹി പോരേണ്ട ബാലേ, പൈതാക ശാന്തിക്ക് ഉപായങ്ങളില്ലേ, ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, പാദവ്യതയ്ക്ക് അങ്ങ് ശ്രീരാമരാമ എന്ന് പറഞ്ഞ് പോകുമ്പോൾ, ഇല്ല ഞാൻ വരികയാണ്, ഞാനങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് പോയൊരു സീതയുണ്ട്. അരവിന്ദൻ്റെ കാഞ്ചന സീതയൊന്നുമല്ല, ഈ ലൈനിലാണ് സീതയുള്ളത്. എല്ലാ തടസ്സങ്ങളും പറയുമ്പോൾ എൻ്റെ രാമൻ്റെ പിന്നാലെ ഞാൻ വരികയാണ്. അതാണ് സ്ത്രീത്വം. അപ്പോൾ ഈ രാമനെ സ്നേഹിച്ച ഒരു സീതയുടെ ഒരു വലിയ സങ്കല്പം നമ്മുടെ ഹൈന്ദവ പുരാണത്തിലുള്ളപ്പോൾ വേറൊരു സീത എവിടെയെന്ന് ആലോചിച്ചു. നമ്മുടെ കമുകറെ മറ്റോ പാടിയിട്ടില്ലേ? ഏതാണ് ആ പാട്ട്? ഇപ്പോൾ എല്ലാ സിനിമാ പാട്ട് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും, അല്ലേ? യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു കൊതുകാണ്. ഈ ക്ഷീരമുള്ളൊരു അകടിൻ ചുവട്ടിലും ഈ ചോര തൻ്റെ കൊതുകിൻ്റെ കൗതുകമെന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് ഞാൻ പാടുമ്പോൾ അച്ഛൻ പറയും, എടാ അതിലൊരു പെശകുണ്ട്, ഭാസ്കരനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്, ജഗം എന്ന് പറയില്ല, ജഗത്ത് എന്നേ പറയാറുള്ളൂ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. സംസ്കൃതത്തിൻ്റെ ഒരു വലിയ ആളാണ് ഇരിക്കുന്നത്, അതറിയാവുന്ന മകനുമാണ്. അപ്പോൾ ഈ മറ്റൊരു സീതയുടെ സങ്കല്പം മനസ്സിൽ വെച്ച് നീങ്ങുന്ന ഒരു മഹതി എന്തുകൊണ്ട് എഴുത്തമ്മയായെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. കട്ട് സിനിമയുടെ അങ്ങനെ പറയണമല്ലോ, സിനിമയുടെ സ്റ്റൈൽ അതാണ്. ഒരാൾ കാമുകിയെ അങ്ങനെ പുണരാൻ വേണ്ടി ചെല്ലുമ്പോൾ പെട്ട സംവിധായകന് കട്ട്, ഹീറോയിൻ നിരാശ, ക്യാമറാമാൻ നിരാശ എന്ന് പറഞ്ഞ പോലെ ഞാൻ കട്ട് ചെയ്തത് നേരെ പോകുന്നത് ലുലു സെൻറ്ററിലേക്കാണ്. ലുലു സെൻറ്ററിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ താമസിച്ചാണ് പോയത്. അപ്പോൾ നമ്മുടെ മഹാകവി അക്കിത്തത്തിന് ഈ നടക്കാൻ വയ്യ. അവസാന കാലത്ത് അദ്ദേഹം വോക്ക് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അക്കിത്തത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അക്കിത്തം നമ്മുടെ മഹാനായ MT വാസുദേവൻ നായർ എന്ന മനുഷ്യൻ, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ജീവാത്മാവും പരമാത്മാവാണ് അദ്ദേഹം പോയിട്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്ന ഞാൻ കണ്ടു, അക്കിത്തത്തിൻ്റെ മുമ്പിൽ. അതാണ് അക്കിത്തം. അപ്പോൾ അത്രമാത്രം അക്ഷരങ്ങളുടെ തേജസ്സാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇപ്പോൾ നടക്കാൻ പറ്റപ്പോൾ വോക്കറൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. ഒരു കസേരയിലിരിക്കുന്നു, കുറച്ച് അപ്പുറത്ത് മാറി ടീച്ചറിരിപ്പുണ്ട്, ടീച്ചർ. ഞാൻ ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ലോഹ്യമൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഉത്തോലകം എന്നുള്ള വാക്ക് ഞാൻ കേട്ടു. അതിൻ്റെ എന്തോ സംശയങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കിത്തത്തിനൊരു ചെറിയ ഗുണവും ദോഷവും ഉള്ളത്, അക്കിത്തം എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ കടന്നു പോകൂ എന്ന് പുള്ളി പറയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുറുക്കിയത് എന്തോ ഒരു വ്യാക്ഷേപകത്തിൽ പുള്ളി മറുപടി പറയുക എന്നതിൻ്റെ അർത്ഥം അക്കിത്തം മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇന്ത്യ എങ്ങോട്ട് പോകുന്നു തിരുമേനി എന്നേ പറയുള്ളൂ. തപസ്യയിൽ നിന്ന് രാജിവെച്ച് പുരോഗമന സാഹിത്യ സംഘത്തിൽ ചേരുന്നുണ്ടോ എന്നേ പറയുള്ളൂ. ഇങ്ങനൊരു പ്രത്യേക സ്വഭാവവിശേഷം ഉണ്ട്. ഇദ്ദേഹം വോക്കറിലിരിക്കുന്നു, ഞാൻ ചെല്ലുന്നു, ടീച്ചർ ഈ ഉത്തോലകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് ചെന്നിരുന്നു, ലോക്യമൊക്കെ പറഞ്ഞു. അക്കിത്തം എന്നിൽ നിന്നെന്തോ പ്രതീക്ഷിക്കുന്നത് തോന്നി. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് വോക്കർ വെച്ചിട്ട്. അപ്പോൾ ടീച്ചർ ഈ ഉത്തോലകം വിടുന്നില്ല, ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതല്ല ഇതാണ് ശരി എന്നുള്ള അർത്ഥത്തിൽ ടീച്ചർ പറഞ്ഞു അങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കിത്തം ഇങ്ങനെ കാണിക്കുന്നു, വീണ്ടും വീണ്ടും കാണിക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് സാഹിത്യം വിട്ടല്ലോ വേറെന്തോ പ്രശ്നമാണല്ലോ, ശാരീരിക പ്രശ്നമാണോ സംശയം തോന്നി. അപ്പോൾ അക്കിത്തം എന്നോടിങ്ങനെ ദയനീയമായിട്ട് ശങ്ക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ശങ്കയും വേണ്ട, ഉത്തോലകം തന്നെ ശരി, ശങ്ക കുറെ കൂട്ട് വിലാപം പോലെ ആയിട്ടുണ്ട്. ഇത് എനിക്ക് സംഭവം മനസ്സിലായി, ഓക്കറാണ്. അപ്പോൾ ഞാൻ ടീച്ചർ ഇത് ചർച്ചയിലെ ശങ്കയല്ല, ബാത്റൂമിൽ പോകണമെന്ന്. ടീച്ചർ ആണോ? പെട്ടെന്ന് തന്നെ വോക്കറുമായിട്ട് അക്കത്തെ ഇങ്ങനെ പോകുന്നു, വളരെ ക്ഷീണിതനായിട്ട് പോകുന്നു, ഞാൻ കൂടെ. ഈ ബാത്റൂമിൽ പോകുന്നതിന് അനുയായി എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ നടന്നു കിടാൻ ഈ യൂസഫലി കാണിച്ചൊരു വലിയ കുഴപ്പമല്ല. ഈ ലുലു സെൻറ്ററിന് അവിടെ പോയാൽ അറിയാം, തിരുവനന്തപുരത്ത് ലുലു സെൻറ്ററിൻ്റെ മെയിൻ ഹാളിൻ്റെ കുറേ ദൂരം മാറിയാണ് ഈ ബാത്റൂം. അപ്പോൾ ഈ വോക്കറുമായിട്ട് ഈ മഹാകവി ഇങ്ങനെ നടക്കുന്നു, ഞാൻ കൂടെ പോകുന്നു, ബാത്റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് കയറുന്നു. പിന്നെ ഈ വോക്കർ വെച്ചവിടെ പറ്റില്ല, കുറച്ച് ഉയർന്ന പ്രതലമാണ്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായി കർമ്മം നിർവഹിക്കണമെങ്കിൽ എൻ്റെ സഹായം കൂടിയേ കഴിയും. ഞാൻ കൈക്ക് പിടിച്ച് പുള്ളിയെ അവിടെ നിർത്തുന്നു. അനന്തമായ നിൽപ്പ്, അനന്തമായിട്ട് നിൽക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അക്കിത്തം പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലോ, പക്ഷെ മനസ്സിന് തോന്നി അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അദ്ദേഹം തിരിച്ചു നടക്കുന്നു. ഞാൻ ഈ കഥ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ അക്കിത്തം ഇങ്ങനെ നടക്കുമ്പോൾ രാമ 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 പാഹിമാം എന്ന് ജപിക്കുന്നത് പോലെ അക്കിത്തം പറയാണ്, കരുതുവതിഹ ചെയ്യ ചെയ്യാൻ വറുതി ലഭിച്ചിടിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയോമിൽ നടന്നു പോകുന്ന മനുഷ്യൻ. അപ്പോൾ പുള്ളിയുടെ മനസ്സാണ് ഈ മന്ത്രിച്ചുകൊണ്ടിരുന്നത്. അത് വേദങ്ങളിലെ മന്ത്രമായിരുന്നില്ല, അത് സാക്ഷാൽ ശിവസ്തുതിയായിരുന്നില്ല. അദ്ദേഹം ചൊല്ലിയത് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കവിതയുടെ ഏറ്റവും പ്രഗത്ഭമായ ഭാഗമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ അമ്മ എഴുതിയ വാക്കിൻ്റെ അർത്ഥം. അവർണനും സവർണനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ അക്കിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ കോർട്ടലക്ഷ്യം ഉള്ളതുകൊണ്ട് ജാതി പറയാൻ പാടില്ല, എങ്കിലും പറയാണ് അക്കിത്തം, നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള അക്കിത്തിരിപ്പാടാണത്, കുറച്ചുകൂടെ മുകളിലേക്കാണിത്. ഈ അക്കിത്തിരിപ്പാട് ചൊല്ലുന്നത് ഒരു കുമാരനാശാൻ്റെ കവിത ശകലമാണ്. അപ്പോൾ കുമാരനാശാൻ എഴുതി വെച്ച ആ കവിതയുടെ ഒരു ആഴം മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു. അതുകൊണ്ടാണ് വെളിച്ചപ്പാടിൻ്റെ മുഖത്ത് എന്തോ ചെയ്തില്ല ഒരു സിനിമയിൽ വാസുവേട്ടൻ, ആ വാസുവേട്ടൻ പോയി സാഷ്ടാംഗം വീഴുന്ന കാര്യം അതാണ്. അപ്പോൾ ഈ കുമാരനാശാനെ ശരിയായിട്ട് മനസ്സിലാക്കിയ ഒരു തലമുറയുടെ അങ്ങേയറ്റത്തെ കണ്ണിയാണ് ഈ പറയുന്ന മഹതി. അപ്പോൾ സോഹനെ പ്രസംഗവത്സരത്തിന് പോയതൊക്കെ പറഞ്ഞില്ലേ, സോഹൻ അതൊക്കെ വായിച്ച രസമാണ്. പാടാൻ പോയി, അഭിനയിക്കാൻ പോയി, ഇതൊക്കെ അമ്മയുടെ പ്രേരണയാണ്. എൻ്റെ അച്ഛനും എന്നെ പ്രേരിപ്പിച്ചിരുന്നു. ഞാനിതുപോലെ പ്രസംഗ മത്സരത്തിന് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പോയി. അങ്ങനെ പോയതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്കൊരു വലിയ ദുഃഖമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എവിടെ BA-ക്കും SSLC ഒക്കെ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരുത്തൻ നിന്നങ്ങ് കാച്ചു കാണും. അന്നൊക്കെ 5 മിനിറ്റാണ് പ്രസംഗം. നെഹ്റുവിനെ കുറിച്ചാണ് 5 മിനിറ്റ്, ഹിമാലയത്തെ കുറിച്ച് 5 മിനിറ്റ്. 5 മിനിറ്റ് കട്ട് ചെയ്ത് പോയ ഒരു സെൻറ്റൻസ് കൂടെ മാർക്ക് കിട്ടുകയല്ല. എനിക്കൊരു വലിയ പ്രതിയോഗി, അയാളിപ്പോൾ ജീവഹാനി ഭയന്ന് കേരളത്തിലുണ്ടെന്ന് എൻ്റെ അറിവ്. എൻ്റെ സുഹൃത്താണ്, ഒരു ഗവർണറാണ്, ആനന്ദബോസ് എന്ന് പറയും. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും പുള്ളിയാണ് ഒന്നാമൻ, ഞാനെപ്പോഴും രണ്ടാമനാണ്. കാരണം നല്ല ഭാഷയിൽ മനോഹരമായിട്ട് 5 മിനിറ്റ് കറക്റ്റാണ്. ഒരു സെൻറ്റൻസ് കൂട്ടി പോയ മാർക്ക് കിട്ടില്ല. അങ്ങനെ പ്രസംഗ മത്സരത്തിൽ ഞാൻ പോയ പോലെ ഈ മനുഷ്യനെ അയച്ചു ആ അമ്മ.
ഒരുപാട് സ്ഥലത്ത് പുള്ളി പോരാടി, ഇതുപോലെ തോൽവി ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല, പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി മകനെ പല രീതിയിലും വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഈ അമ്മയുടെ ഒരു വലിയ കഴിവ് മകനെ വളർത്തി എന്നുള്ളതല്ല. നമ്മുടെ നേരത്തെ സന്ധ്യ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ നാളിതുവരെയുള്ള, ഇപ്പം നിങ്ങളെല്ലാം തിരുവനന്തപുരക്കാർ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം. ഈ പ്രാവച്ചമ്പലം എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ് അറിയോ? ഈസിയായിട്ട് പറയാം, എനിക്കറിയാൻ പറ്റത് എന്തും പറയാം. ധാരാളം പ്രാവുകളുണ്ട്. ഓക്കെ, ആട്ടെ, അമ്മിച്ചിക്കുളവ് ഇരുന്നത് എവിടെയാണ്? ഏതോ ഒരു അറിവുള്ള ആളിന് എവിടെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ നെയ്യാറ്റിങ്കരെ കുറിച്ച് ചോദിച്ചാൽ ആ സ്ത്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും പറയും മോഹൻലാലിൻ്റെ നെയ്യാറ്റിങ്കര ഗോപനാണോ എന്ന് ചോദിക്കും. ആ സമയത്താണ് ഈ നമ്മുടെ ആലപ്പുഴ, നമ്മുടെ തിരുവല്ലം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ഒരു ഖണ്ഡികയെ കാണുള്ളൂ. വായിച്ചാൽ ഞെട്ടിപ്പോകും. ഈസിയായിട്ട്. എനിക്ക് ഈ കരുവാടിക്കൂട്ടൻ വലിയ ഐഡിയ അല്ലായിരുന്നു. സംഗതി കാര്യമൊക്കെ അങ്ങനെ പറയുമെങ്കിലും വിനയൻ്റെ പടമൊക്കെ കണ്ടിട്ട് അതാണ് കരുമാടിക്കൂട്ടൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുമാടിക്കൂട്ടൻ്റെ ആ ഒരു സംഭവം ജസ്റ്റ് ഒരു ഖണ്ഡികയിലാണ് ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. കരുമാടിക്കൂട്ടൻ, അതുപോലെ നമ്മൾ സങ്കല്പിക്കുന്ന ഒരുപാട് ഈ അമ്പലപ്പുഴയുടെ ചരിത്രങ്ങൾ, ഇതൊക്കെ ഭംഗിയായിട്ടാണ്. ഒന്നും വേണ്ട, കെട്ടുവെള്ളത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചരക്ക് വിൽക്കാൻ ചന്തയിൽ പോകുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ചങ്ങനാശ്ശേരി ചന്ത കേട്ടിട്ടുണ്ട്. അവിടെ കെട്ടുവെള്ളത്തിൽ കൂടി പോകുന്ന അവരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പാട്ടിനെക്കുറിച്ച് അവർ പാടുന്ന പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ വരികളുണ്ട്. അതുവരെ കോട്ട് ചെയ്തിട്ടാണ് ഈ അമ്മ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരേ സമയം നമ്മുടെ CV നാവുമുള്ള എഴുതിയ പോലെ അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയൊക്കെ ഉണ്ടല്ലോ, ആ മാർത്താണ്ഡവർമ്മയിലൊക്കെ ഈ തലപുരാണം, സാഹിത്യം, വർഗപരമായ വ്യതിയാനം കേൾക്കണോ? കായംകുളത്ത് ഉള്ള കുറേ വർമ്മമാരുണ്ട്, കിളിമാനൂർ കൊട്ടാരം പോലെയുള്ള വർമ്മമാരുണ്ട് ഇവിടെ. വർമ്മമാരെന്ന് പറയാൻ കാരണം ഈ ഉന്നത കുലജാതനെന്ന് സങ്കല്പിക്കുന്ന ആൾക്കാർ അവരുടെ തട്ടകത്തിൽ പോയി ഇരുന്നിട്ട് അവർ ഈ മഹാഭാരതയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയാണ്. ബഹുമാന പുരസ്സരം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം സവർണനാണെന്ന് വെച്ചിട്ട് അവർണൻ വരുമ്പോൾ അടിക്കുന്ന ഒരു സെൻറ്റൻസി അല്ല അത്. കാടിൻ്റെ ഭംഗി, അതാണ്. അയ്യപ്പണിക്ക് ഒരു കവിതയാണ്, കാടിൻ്റെ ഭംഗി. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഈക്വൽ ഷെയർ കൊടുക്കണം. അങ്ങനെയുള്ള ഒരു പരസ്പര പൂരകമായിട്ടുള്ള സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ഇത് സ്വന്തം എഴുത്തിൽ പുള്ളി ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാർഹികമായ പ്രശ്നങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ, അതുപോലെ ഭർത്താവിൻ്റെ സാന്ത്വനം, ഭർത്താവിൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഇതിങ്ങനെ പടർന്നു പോവുകയാണേ. ഒരു ചരിത്രാഖ്യായിയുടെ സ്വഭാവം വരും. ഇപ്പോൾ വ്യാഴവട്ട സ്മരണയുള്ള കല്യാണക്കുട്ടിയും എഴുതി ഒരു പരിമിതി ഉണ്ട്. അതുപോലെ കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകളൊക്കെ എഴുതി അങ്ങനെ തകർത്തെങ്കിലും അവിടെ ഭാരതപ്പുഴ മാത്രമേ ഉള്ളൂ. ഇത് ഭാരതപ്പുഴ മാത്രമല്ല, ഭാരതഖണ്ഡത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്ത് കണ്ട, അതാണ് ദർശനം. ഞാനൊരുമാതിരി പാടുമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ 2-3 പാട്ട് പാടി നിങ്ങളെ വിരട്ടണമെന്നുണ്ട്, പ്രത്യേകിച്ചും സോഹന്. ഞാൻ എഴുതുന്നതിനേക്കാൾ ഭയങ്കരമായൊരു പാട്ട് എഴുതിയിട്ട് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. ഞാൻ ദാസേട്ടനെ കുറിച്ചൊരു പാട്ട് എഴുതി, സ്ഥിരം പതിവുള്ളതാണ്. ജന്മദിനത്തിൽ എഴുതി അയച്ചു കൊടുത്തു. ഇദ്ദേഹം ഉണ്ടല്ലോ, അടുത്ത നിമിഷത്തിൽ എന്നെ വേറൊരു പാട്ട് 4 വരിയല്ലേ ഉള്ളൂ, ഈ പാട്ട് എന്നെ കേൾപ്പിച്ചു. എൻ്റെ അസൂയ വർദ്ധിച്ചു. എന്നുവെച്ചാൽ ഇത് സംഭവം കുഴഞ്ഞല്ലോ എന്ന്. ഞാൻ എഴുതിയത് വേറൊരു സ്റ്റൈലിലായിരുന്നു, ആ സ്റ്റൈലേ ഇല്ല. ഇനി മലയാളത്തിൽ നമ്മളെന്താ ജന്മദിനത്തിന് എന്താ പറയുക? പ്ലീസ് പറയൂ. നിങ്ങൾ ജന്മദിന ആശംസകളെ പറയാറുള്ളൂ അല്ലേ? വേറൊരു വാക്ക് പറഞ്ഞ് എല്ലാവരും അറിവുള്ളവരല്ല, മലയാളം അറിയാവുന്നവർ ജന്മദിനാശംസക്ക് പകരൊരു വാക്ക് പറയും. ഞാനും ആ വരി ഇന്നാ മനസ്സിലായ വാക്ക് ഇന്നാ കേട്ടത്. എന്നെ വെട്ടിക്കാൻ ഈ മനുഷ്യൻ ക്ലീനായിട്ട് പ്രയോഗിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ജന്മനാൾ ആശംസകൾ, കറക്റ്റ് അല്ലേ? അല്ല, ഒരു പുതിയ വാക്കുണ്ടാക്കി. അപ്പോൾ അത് ഞാൻ കൂടാൻ കാരണം ഞാൻ പലയിടത്തും ഇത് പറഞ്ഞ് ആവർത്തിച്ചതുകൊണ്ട് ഒന്ന് മാത്രം പറയാം. എൻ്റെ വന്ന മിഷൻ തന്നെ അതാണ്. നിങ്ങളെല്ലാം കൂടെ ഒരു പ്രമേയം പാസ്സാക്കണം. ഇദ്ദേഹത്തെ മറന്നു കളയുക.
മലയാളത്തിൻ്റെ ഇതുവരെയുള്ള സാഹിത്യ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ മലയാളത്തിൻ്റെ, ഞാൻ നിങ്ങളുടെ വിത്തൗട്ട് യുവർ പെർമിഷൻ പറയാണ്, മലയാളത്തിൻ്റെ എഴുത്തമ്മയായി ഞാൻ ഈ അമ്മയെ പ്രഖ്യാപിക്കുകയാണ്. എതിർപ്പുണ്ടൊക്കെ പറയാം, ഞാൻ വാദിച്ച് തോൽപ്പിക്കാം, അവിടെ ഇറങ്ങിയിട്ട് മീറ്റിങ്ങിലല്ല. കാരണം നിങ്ങൾ അറിയേണ്ടതാണ്, ഒരുപാട് പേര് ഇലക്ഷനെ മത്സരിക്കുന്ന പോലെ സാഹിത്യമാർക്കിടയിൽ ഞാനാണ് എഴുത്തമ്മ എന്ന് പറഞ്ഞ് തള്ളി വരുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. കുറേ പേര് ഓൾറെഡി ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ എഴുത്തമ്മ. എന്താണ് നിങ്ങളുടെ തെളിവെന്ന് ചോദിച്ചാൽ ഇതാ ഈ പുസ്തകം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു പുസ്തകം നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം, വായിക്കണം. മറ്റൊരു സാഹസം ഞാൻ പറയുന്നു, നമ്മൾ മഹാത്മാഗാന്ധി ഇന്ന് അഹിംസ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ടാവും? ഞാൻ പോയിട്ട് അത് പറയാൻ പോവാണ്. ഒരു വെറ്ററൻ ഡയറക്ടറാണ് ഇങ്ങനെ. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു. ആ സിനിമയുടെ പേരാണ് എഴുത്തമ്മ. കൈയടിക്കുന്നില്ലേ? എൻ്റെ പൈസ മുടക്കുന്ന ഇങ്ങേരല്ല, മനസ്സിലായോ? ആ കഥയുടെ അവകാശം മാത്രം വാങ്ങും. അതിനകത്ത് അഭിനയിക്കുന്നവനാണ് സുധീഷ്, അപ്പുറത്തിരിക്കുന്നവൻ, ഒരു സുന്ദരനെ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന സംഭവം യുഗേകയോ എന്നെല്ലാം സംഭവിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിലെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം, അങ്ങനെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അതിനകത്ത് ആ അപ്രസക്തമായ ഭാഗം ഞാൻ പറയുന്നില്ല, സിനിമ വരുമ്പോൾ കാണാം. ഇനി ഞാൻ പാടാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ലൈൻ പാടുന്നു. കാരണം എൻ്റെ പാട്ടിൻ്റെ ശക്തിയോടെ മനസ്സിലാക്കണമല്ലോ. എന്നെ ഇപ്പോൾ പാട്ട് നിർത്തി പോകാൻ പറഞ്ഞ ആൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടുന്നത്. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രസമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. കുറിവരിച്ചാൽ എന്നുള്ള നമ്മുടെ ഈ അമ്മ പറഞ്ഞ ആശയം തന്നെ പാട്ടായിട്ട് വന്നതേ ഉള്ളൂ. അതിന് മലയാളം പാടുന്നതിൽ അർത്ഥമില്ല, ഹിന്ദി പാടാം, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഹിന്ദി മലയാളം തമിഴും കൂടെ ചേർത്ത് പാടാം, അപ്പോൾ എളുപ്പമുണ്ട്, സമയം ലാഭിക്കാം. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും सुनते भी क्या हो देखते भी क्या हो एक है ईश्वर हो दयामयी ദൈവമൊന്ന് கடவுளொன்று பட்டை போட்டாலும் சிலி செய்வரைந்தாலும் தொழுகை முறை போல் செஞ்சாலும் காண்பதும் ஒன்று கேட்பதும் ஒன்று கருணை கடலாம் கடவுளொன்று ദൈവമൊന്ന് ദൈവമൊന്ന്. എങ്ങനെയുണ്ട്? അതാണിപ്പോൾ ഹിന്ദിയും വന്നു, മലയാളവും വന്നു, തമിഴും വന്നു. ഇത്രയും കഴിവുള്ള ഒരാൾ ആണെന്നുള്ള സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയം വേണ്ട, മുഴുവൻ മോഷണമാണ് മാസ്റ്റർ. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നില്ല, അവൻ ഇനിയും വരും, ബൈബിളിൽ പറഞ്ഞ പോലെ.